കാലത്ത് അമേരിക്കയുടെ ആകാശ സാമ്രാജ്യത്തിന്റെ അജയ്യനായ കാവൽക്കാരനായിരുന്നു MQ-9 റീപ്പർ. അഫ്ഗാനിസ്ഥാനിലെ മലനിരകളിൽ നിന്ന് ഇറാഖിലെ മരുഭൂമികളിലേക്കും സിറിയയുടെ യുദ്ധഭൂമികളിലേക്കും ശത്രുക്കളെ നിഴൽ പോലെ പിന്തുടർന്ന് വേട്ടയാടിയ ഈ അത്യാധുനിക ഡ്രോൺ പെന്റഗണിന്റെ സൈനികാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു. മണിക്കൂറുകളോളം ആകാശത്ത് തങ്ങി നിന്ന് ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും കൃത്യമായ ലക്ഷ്യത്തിലേക്ക് വിനാശകാരികളായ ഹെൽഫയർ മിസൈലുകൾ തൊടുക്കാനുമുള്ള ഇതിന്റെ ശേഷി ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് പശ്ചിമേഷ്യയിലെയും മറ്റ് സംഘർഷ മേഖലകളിലെയും യുദ്ധ സാഹചര്യങ്ങൾ അതിവേഗം മാറുകയാണ്. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഈ അത്യാധുനിക യുദ്ധതന്ത്രങ്ങൾ ഒന്നൊന്നായി ആകാശത്ത് നിന്ന് വെടിയേറ്റ് വീഴുമ്പോൾ അത് അമേരിക്കൻ സൈനിക പ്രതിച്ഛായക്കേൽക്കുന്ന കനത്ത പ്രഹരമായി മാറുകയാണ്. സമീപകാലത്ത് യമനിലെ ഹൂതി വിമതരും മറ്റ് പ്രാദേശിക സായുധ ഗ്രൂപ്പുകളും തങ്ങളുടെ പക്കലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒന്നിലധികം റീപ്പർ ഡ്രോണുകളാണ് വിജയകരമായി വെടിവെച്ചിട്ടത്. ഇതോടെ ചോദ്യം വെറുമൊരു ഡ്രോണിന്റെ സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ ആകാശതന്ത്രങ്ങൾ തന്നെ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ടോ എന്നതിലേക്കാണ് നീളുന്നത്. മണിക്കൂറുകളോളം ആകാശത്ത് തുടർച്ചയായി പറന്ന് ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാനും തത്സമയ വിവരങ്ങൾ ശേഖരിക്കാനും ആവശ്യമെങ്കിൽ കൃത്യതയാർന്ന ആക്രമണങ്ങൾ നടത്താനും ഈ ഡ്രോണിന് കഴിയും. അത്യാധുനിക ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകൾ, ഇൻഫ്രാറെഡ് ക്യാമറകൾ, സാറ്റലൈറ്റ് നിയന്ത്രിത ആശയവിനിമയ സംവിധാനം, ഹെൽഫയർ മിസൈലുകൾ, പ്രിസിഷൻ ഗൈഡഡ് ബോംബുകൾ എന്നിവയുടെ സംയോജനമാണ് റീപ്പറിനെ അമേരിക്കൻ വ്യോമസേനയുടെ ഏറ്റവും വിശ്വസ്തമായ ആക്രമണ നിരീക്ഷണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാക്കി മാറ്റിയത്. എന്നാൽ 2023 ശേഷമുള്ള സംഘർഷങ്ങളുടെ സ്വഭാവം മാറിയതോടെ റീപ്പറുകളുടെ ആധിപത്യവും ചോദ്യം ചെയ്യപ്പെടുകയാണ്. അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങളിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ മാത്രം 50-ലധികം MQ-9 റീപ്പർ ഡ്രോണുകളാണ് അമേരിക്കയ്ക്ക് നഷ്ടമായത്. ശത്രുക്കളുടെ വെടിവയ്പ്, ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ മിസൈലുകൾ, സാങ്കേതിക തകരാറുകൾ എന്നിവയാണ് നഷ്ടങ്ങൾക്ക് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇറാൻ പിന്തുണയുള്ള സായുധ വിഭാഗങ്ങളും പ്രാദേശിക ശക്തികളും ഇപ്പോൾ അമേരിക്കയുടെ ഡ്രോൺ ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ ശേഷിയുള്ള സംവിധാനങ്ങൾ കൈവശം വച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റീപ്പർ ഡ്രോണുകളുടെ നഷ്ടം സൈനികപരമായ വെല്ലുവിളികൾ മാത്രമല്ല, സാമ്പത്തിക ആഘാതവും സൃഷ്ടിക്കുന്നുണ്ട്. ഒരു MQ-9 റീപ്പറിന്റെ അടിസ്ഥാന നിർമ്മാണ ചെലവ് 30 മുതൽ 56 ബില്യൺ ഡോളർ വരെയാണെങ്കിലും അതിലേക്ക് ഉൾപ്പെടുത്തുന്ന സെൻസറുകൾ, ആയുധ സംവിധാനങ്ങൾ, ആശയവിനിമയ ഉപകരണങ്ങൾ, നിയന്ത്രണ സാങ്കേതിക വിദ്യകൾ എന്നിവ ചേർന്നാൽ ഒരു പൂർണ്ണ സജ്ജമായ യൂണിറ്റിന്റെ മൂല്യം 150 മില്യൺ ഡോളറിലേറെയാകുമെന്നതാണ് പ്രതിരോധ മേഖലയിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ ഇത് ഏകദേശം 1200 കോടിയിലധികം രൂപയാകും. അതിനാൽ തന്നെ ഇത്തരം ചെലവേറിയ ഡ്രോണുകൾ ഉയർന്ന അപകട സാധ്യതയുള്ള യുദ്ധമേഖലകളിൽ തുടർന്നും വിന്യസിക്കുന്നത് സാമ്പത്തികമായി യുക്തിസഹമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അമേരിക്കയെ അലട്ടുന്നത്. അതേസമയം ഒരു കാലത്ത് യുദ്ധത്തിന്റെ ഗതി നിർണയിച്ചിരുന്ന ചെലവേറിയ സാങ്കേതിക ആധിപത്യം മാത്രം ഇനി വിജയം ഉറപ്പാക്കുന്നില്ല. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഡ്രോണുകളും പ്രാദേശിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇലക്ട്രോണിക് യുദ്ധ സാങ്കേതിക വിദ്യകളും ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളെ പോലും വെല്ലുവിളിക്കാൻ ശേഷിയുള്ളതായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ MQ-9 റീപ്പറുകളുടെ നഷ്ടം ചില ഡ്രോണുകളുടെ നഷ്ടം മാത്രമല്ല, അമേരിക്കൻ യുദ്ധതന്ത്രത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ചോദ്യചിഹ്നം കൂടിയാണ്.